രാധാകൃഷ്ണൻ നമ്മുടെ ചലച്ചിത്ര അവാർഡ് അതിൻ്റെ ജൂറിയുടെ അധ്യക്ഷനായിട്ട് പ്രകാശ് രാജിനെ വച്ചപ്പോൾ തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ഈ മര്യാദക്കുള്ള ബോധമുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു. ഏതാണ്ട് അതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ജൂറിക്ക് അവരെങ്ങനെയാണ് തീരുമാനിച്ചതെന്നുള്ള അഭിപ്രായമൊക്കെ പറയാം. പക്ഷെ കേന്ദ്ര ജൂറിയുടെ തീരുമാനം അതിനെയും കൂടി വിമർശിക്കുന്നതായിരുന്നു അയാളുടെ പത്രസമ്മേളനം. മറ്റേ ദേശീയ അവാർഡ് ജൂറി മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്നൊക്കെ അയാൾ പറഞ്ഞൊക്കെ ശ്രദ്ധിച്ചില്ലേ? ഇതിപ്പോൾ അവാർഡ് ഇങ്ങനെയൊക്കെയാണ്. അതായത് മികച്ച നടൻ മമ്മൂട്ടി, ഷംല ഹംസ മികച്ച നടി, പ്രത്യേക ജൂറി പുരസ്കാരം ആസിഫ് അലി, സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ, ഛായാഗ്രഹണം ഷൈജു ഖാലിദ്, നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, ഇങ്ങനെ ഒക്കെയാണത് പോകുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ ആസിഫ് അലിയുടേത് കിഷ്കിന്ധാകാന്ഡം എന്നാണല്ലോ പറയുന്നത്. ഈ കിഷ്കിന്ധാകാന്ഡം ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സിനാണ് ഈ തിരക്കഥയും കൂടി അവാർഡ്, സംവിധാനം മാത്രമല്ല. ഞാൻ കുറച്ച് സിനിമകൾ കണ്ടതാണ്. അതിൽ ഈ കിഷ്കിന്ധാകാന്ഡത്തിന് വെല്ലുന്ന തിരക്കഥ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് പല ലെയേഴ്സ് ഓഫ് മീനിങ് ഉള്ള ഒരു തിരക്കഥയായിരുന്നു അത്. ഈ കാണുന്നത് മാത്രമല്ല, അപ്പുറത്തൊരു തല ഉണ്ടായിരുന്നു അതിന്. അതുപോലെ തന്നെ പിന്നെ കിഷ്കിന്ധാകാന്ഡം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ പ്രകാശ് രാജിന് ചൊറിയുമായിരിക്കും. അപ്പോൾ മറ്റേ അതിൻ്റെ അകത്ത് തന്നെ വിജയരാഘവൻ, NN പിള്ളയുടെ മകൻ, ബോധാബാധങ്ങൾക്കിടയിൽ നിന്ന് ഉള്ളൊരു ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അദ്ദേഹം വേണമെങ്കിൽ മികച്ച നടന് പരിഗണിക്കാവുന്ന ആളുമായിരുന്നു. അതിൽ നിന്നാണ് ഈ ആസിഫ് അലിയൊക്കെ വന്നിരിക്കുന്നത്. നമുക്കും ഇങ്ങനെ തോന്നുമ്പോൾ സിനിമയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് നിഷ്പക്ഷമായിട്ട്. പിന്നെ ഈ ബാലചിത്രത്തിന് അവാർഡ് കൊടുത്തില്ല, ബാല താരങ്ങൾക്ക് അവാർഡ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ദേവി നന്ദന അല്ലേ, ആ കുട്ടി അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി മറ്റേ സ്ഥാനാർത്ഥി സ്ത്രീക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു, അതിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ കുട്ടിയുടെ അപരാധം, ആ കുട്ടി മാളികപ്പുറം എന്ന് പറഞ്ഞ ഹിന്ദുത്വ സിനിമയിൽ അഭിനയിച്ച അതായിരിക്കും ആ കുട്ടിയെ പരിഗണിക്കാതിരുന്നതിന് കാരണം. അപ്പൊ ആ കാര്യങ്ങൾ ഇന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ഈ വേടന്റെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നത്. ഈ പാട്ടുകളെ പറ്റി രാധാകൃഷ്ണൻ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഈ പാട്ട് നിശ്ചയിക്കാനും ഒക്കെ സാധാരണ കൊള്ളാവുന്ന കവികളെയൊക്കെ പണ്ട് വെക്കും. വൈലോപ്പിള്ളി തന്നെ ഒരിക്കൽ സിനിമാ ജൂറിയില് പാട്ട് തീരുമാനിക്കാൻ അംഗമായിരുന്നു. ആ കാലത്താണ് എൻ്റെ ഓർമ്മ. കിളി ചിലച്ചു കിളിയിലെ കൈവള ചിലച്ചു എന്ന് പറഞ്ഞ യേശുദാസിന്റെ ഒരു പാട്ട്, കൈവളകിലിങ്ങി. അന്ന് ചർച്ച നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരോ ഇതിന് അവാർഡ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ വൈലോപ്പിള്ളി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കിളിയിലച്ചു അളിയിലച്ചു ഇതൊക്കെ എങ്ങനെയാണ് കവിതയാവുന്നത് എന്ന് ചോദിച്ചിട്ട് കുറെ ശോഭിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. 2001 രാവണപ്രഭുവില് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ആകാശദീപങ്ങൾ സാക്ഷി, അതും പിന്നെ ONV മേഘമൽഹാറിൽ എഴുതിയ ഒരു നറുപുഷ്പമായി, ഇത് തമ്മിലും മത്സരം വന്നു. അവസാനം ഈ മറ്റേ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആകാശദീപങ്ങൾ, അതിനാണ് അവാർഡ് കിട്ടിയത്. 2005 നോട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ പൊൻകുന്നം ദാമോദരന്റെ പച്ചപ്പനന്തത്തെ എന്ന് പറഞ്ഞൊരു സിനിമ, ഒരു പാട്ട് പഴയത്, അതും പിന്നെ അനന്തഭദ്രത്തില് പുത്തഞ്ചേരി എഴുതിയത് തിരനുരയും എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ അതില് ഈ അവസാനം ചർച്ച വന്നു കഴിഞ്ഞപ്പോ ഗിരീഷ് പുത്തഞ്ചേരിയെ തട്ടാനായിട്ടൊരു സഖാവ് പറഞ്ഞു എന്ന്, മറ്റേ കാമുകിയുടെ സൗന്ദര്യം സാഗരവുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നത് നല്ലതാണ്, പക്ഷെ തിരനുരയും പോലെ എന്ന് പറഞ്ഞാല് കാമുകി നരച്ചിരിക്കുന്നു എന്നർത്ഥം വരില്ലേ എന്ന് ചോദിച്ചിട്ട് വെട്ടിയതായിട്ടാണ് കഥ. ഇനി ഈ വേടന്റെ, രാധാകൃഷ്ണനാകുമ്പോ കവിതയൊക്കെ ഗംഭീരമായിട്ട് നോക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ വേടന്റെ കവിത തന്ത്രമല്ല യന്ത്രമല്ല കുതന്ത്രമല്ലട, അതെ അതെ, പിടിച്ച കള്ള് വയറ്റിലുണ്ടട, അത് ആ കവിതയല്ലേ? അതായത് വയലാറ് തോറ്റുപോകുന്ന വരികൾ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങളൊന്നുമില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും, ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക്, ഉച്ചക്കിറുക്കിൽ നിന്ന് ഉയരത്തിൽ പറക്ക്, ചേറിൽ പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്, കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം,
വയറു നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിൽ ഒതുങ്ങാത്ത പരലിൻ നിർത്ത് വരാമ, ചുമ്മാ വെറുതെ മതിയോ? മനുഷ്യന്റെ ബൂടുകളെയല്ലേ. ഇത്രയൊക്കെ പോരെ? അങ്ങ് എപ്പോ നിർത്തണം എന്ന് പറയുമ്പോ നിർത്താമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അതായത് ഈ പ്രകാശ് രാജ് എന്ന് പറയുന്ന കക്ഷി ഒരു ശരാശരി നടനാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ആ ശരാശരി അഭിനയമാണ് എല്ലായിടത്തും അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ മലയാള സിനിമകളും ചില തമിഴ് സിനിമകളും ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്, കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം മോദി വിരുദ്ധനാണ്. മോദിയെ ഈ ഭൂഖണ്ഡത്തിൽ നിന്ന് ഓടിച്ചതിന് ശേഷമേ വിശ്രമിക്കൂ എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു മഹാനാണ് ഈ പ്രകാശ് രാജ്. സുബ്രഹ്മണ്യൻ സ്വാമി സമ്മതിക്കുന്നില്ല. സുബ്രഹ്മണ്യൻ സ്വാമി സമ്മതിക്കുന്നില്ല, അത് കാരണമാണ് അത് സംഭവിക്കാത്തത്. ഈ പ്രകാശ് രാജിനെ പോലെയുള്ള ഒരു മൂന്നാംകിട നടൻ മാത്രമായിട്ടുള്ള ഒരു ഒന്നാംകിട നടനല്ല അങ്ങേര്. ഒരു അഭിനയത്തിൽ നമുക്ക് ഗംഭീരം എന്ന് തോന്നാവുന്ന ഒരു മുഹൂർത്തം അങ്ങേരുടെ അഭിനയ ജീവിതത്തിലില്ല. എവിടെ വന്നാലും ഒരേ ടൈപ്പാണ്, ആ കണ്ണ് മിഴിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പാണ്. അതല്ലാതെ സൂക്ഷ്മഭാവങ്ങൾ കണ്ണിലും മുഖത്തും വരുത്തുക എന്ന് പറയുന്ന ആ കാര്യം അതിനകത്തില്ല. അങ്ങനെയുള്ളൊരു നടനെയാണ് ഇവർ പിടിച്ചിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ആർക്കൊക്കെ അവാർഡ് കൊടുക്കണം എന്നുള്ള കാര്യം സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട്. സജി ചെറിയാൻ സ്വന്തം നിലക്ക് അങ്ങനെ അബദ്ധം തീരുമാനിക്കുന്ന ഒരാളല്ല. അല്ല, അതിനുള്ള കോപ്പില്ല കയ്യിൽ. പാർട്ടി കൊടുത്ത ലിസ്റ്റ് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്, ഇയാളത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് സെൻട്രൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സിനിമ ഇതിനെക്കുറിച്ച് നിരൂപണം നടത്താനുള്ള ജൂറി ചെയർമാൻ അധികാരമില്ല. ഇല്ല. പ്രകാശ് രാജ് എന്ന് പറഞ്ഞ ഒരുത്തന് അധികാരമുണ്ട്. അതെ. പക്ഷെ ജൂറി ചെയർമാനായിട്ടിരിക്കുന്ന ഒരാൾക്ക് അതിനുള്ള അധികാരമില്ല. അതൊരു മിനിമം മര്യാദയുടെ ഭാഗമാണ്. അതെ. ജൂറി ചെയർമാനെയും മറ്റുള്ളവരെയും നമുക്ക് വിമർശിക്കാം. അതെ. പക്ഷെ ഒരു ജൂറി ചെയർമാൻ വേറൊരു ജൂറിയുടെ തീരുമാനത്തെ വിമർശിക്കുന്നത് ശരിയല്ല. പക്ഷേ ഔചിത്യമില്ലാത്ത, കാര്യകാരണ ബോധമില്ലാത്ത ഒരാൾ എന്ന നിലക്ക് ഇദ്ദേഹത്തിന് ഇത് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഗാനം ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹമാണെന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ മലയാള സിനിമാ ഗാനത്തിന് ഒരു സുദീർഘമായ ചരിത്രമുണ്ട്. അത് എത്രയോ പ്രതിഭാസമ്പന്നരായ ഒരുപാട് ഗാനരചയിതാക്കൾ എഴുതിയും യേശുദാസിനെ പോലെയും എസ് ജാനകിയെപ്പോലെയും പി സുശീലയെപ്പോലെയും മാധുരിയെപ്പോലെയും ജയചന്ദ്രനെ പോലെയും ബ്രഹ്മാനന്ദനെ പോലെയുമുള്ള വലിയ ഗായകർ വേടന് കൊടുത്തതിന് കാരണമായിട്ട് ഞാൻ വായിച്ചത്, ഞാൻ തീർത്തേക്കട്ടെ, പാടി ഫലിപ്പിക്കുകയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ബോധത്തിൻ്റെയും ഭാഗമാക്കി മാറ്റിയ ഒരു മഹത്തായ ഗാന സംസ്കാരം നമുക്കുണ്ട്. ആ ഗാനങ്ങളിലെല്ലാം ഒരു കഥയുണ്ടാകും, ഒരു ജീവിതം ഉണ്ടാകും, അസാമാന്യമായ ജീവിത സന്ദർഭങ്ങളുണ്ടാകും. ഇപ്പോൾ പ്രളയപയോധിയിൽ ഉറങ്ങിയുണരും പ്രഭാമയൂഖമേ കാലമേ അവാർഡ് കിട്ടിയ പാട്ടാണത്. ഓം തത് സത് സവിതുർവരെ ഗായത്രിയില. ഇതൊക്കെ പറഞ്ഞാൽ പറയാം ഹിന്ദു പക്ഷപാതം കൊണ്ടല്ല, മഹത്തായ ഗാനങ്ങളാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തന്നലായി മാറി, ഇത്രയും മനോഹരമായ കാവ്യബിംബങ്ങൾ ഉൾപ്പെടുത്തി. വേണ്ട, റഫീഖ് അഹമ്മദ് ഉണ്ടല്ലോ. ഈ ഗാനത്തെ കവിതയോട് അടുപ്പിച്ച് നിർത്താൻ കെൽപ്പുള്ള ഒരു ഗാനരചയിതാവാണ് റഫീഖ് അഹമ്മദ്. തീർച്ചയായിട്ടും നമുക്ക് ഗിരീഷ് പുത്തഞ്ചേരി ഇല്ല എന്നുള്ളതൊരു കുറവ് തന്നെയാണ്. അല്ലെങ്കിൽ മറ്റേ കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ എന്നുള്ളതിന് ഏവം വന്നോടുകൂടി ആ പെണ്ണിൻ മനസ്സിലെ തൂവണ്ണക്കിള്ളം കാണാതായി എന്ന് പറയുന്ന അതിമനോഹരമായ രചനയൊക്കെ നിർവഹിച്ചിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെ അതിനകത്ത് നമുക്ക് ഭാസ്കരൻ മാഷ്ടെ രചനകൾ, വയലാറിൻ്റെ രചനകൾ, ONVയുടെ രചനകൾ. ONV കവി എന്ന നിലക്ക് മോശമാണെങ്കിലും ഗാനരചയിതാവ് എന്ന നിലക്ക് നല്ല ഒന്നാന്തരം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നാന്തരം ഗാനങ്ങൾ
എഴുതിയിട്ടുണ്ട്. ഇന്നും നമ്മളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി, പൂവച്ചൽ ഖാദർ. നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ എന്ന് ചോദിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വൈകുന്നത് പുള്ളിക്കൊരു പ്രശ്നമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മനോഹരമായ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് പൂവച്ചൽ ഖാദർ. അധികം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഗാനരചയിതാവാണ്. ഇവരുടെയൊക്കെ ഒരു കാവ്യ സംസ്കാരത്തിൽ വളർന്നു വന്ന മലയാള ചലച്ചിത്ര ഗാനശാഖയെ അപമാനിക്കുകയാണ് ഈ പ്രകാശരാജ് ചെയ്തിരിക്കുന്നത്. അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. പിന്നെ ബാക്കി ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും ഒക്കെ അറിയാവുന്ന ഗായത്രി ഇല്ലേ, ഗായത്രി ഈ ജൂറിയിൽ ഉണ്ടായിരുന്നു. അത് ശരി. അല്ല, ലിസ്റ്റ് കൊടുത്താൽ ലിസ്റ്റ് അപ്രൂവ് ചെയ്യുന്നതാണല്ലോ പണി. ഇയാള് പിന്നെ ഈ വില്ലനായതുകൊണ്ട്, സ്ഥിരം വില്ലൻ വേഷം അഭിനയിച്ചുള്ള ശീലമുള്ളതുകൊണ്ട് ഇയാള് അടിച്ചിരുത്താനൊക്കെ നോക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ അയാൾക്ക് അറിയാതെയൊന്നും ഇല്ലല്ലോ. ഇല്ല, അറിയാവുന്ന ഭാഷ ആരെങ്കിലും തല്ലുക എന്നുള്ളതാണ്. അതെ. അല്ലാണ്ട് വേറെ എന്ത് ഭാഷയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ഒരു ഭാഷ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൻ്റെ കാവ്യ പാരമ്പര്യത്തെ അധിക്ഷേപിച്ചതിന് അയാൾ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കാരണം നമ്മുടെ ഗാനശാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എന്നല്ല, ലോകത്തിലെ തന്നെ ഏത് ഭാഷയോടും കടപിടിച്ച് നിൽക്കത്തക്ക വിധത്തിലുള്ള കാവ്യ മേന്മ ഉള്ളതാണ്. അപ്പം ബേഡന് കൊടുത്തതിൻ്റെ ന്യായീകരണ തൊഴിലാളികൾ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങ് പറഞ്ഞ ഈ മഹത്തായ കവികളൊക്കെ ഉണ്ടല്ലോ, ആ കാലമൊക്കെ കഴിഞ്ഞിട്ട് പുതിയ രാഷ്ട്രീയ ബോധത്തെ അഭിസംബോധന ചെയ്യുന്ന രചനയാണ് ഈ വേടൻ്റേത്. അതാണ് ഈ റാപ്പ് എന്ന് പറയുന്നതൊക്കെയാണ് ഞാൻ വായിച്ചത്. റാപ്പ് ഇപ്പോൾ ഒന്നുമല്ലല്ലോ. റാപ്പ് എത്ര കൊല്ലമായിട്ടുണ്ട്. റാപ്പ് ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഇത് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ പാടി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിന് ഇത് കൊടുത്തതിന് ശേഷം ഇതാണ് പുതിയ ലോകത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് അവരുടെ പറയുന്നവരുടെ സംസ്കാരമായിരിക്കും. ഈ വേടൻ ശ്രീലങ്കക്കാരനാണല്ലോ, അപ്പോൾ അയാൾക്ക് തമിഴൊക്കെ അത്യാവശ്യമൊക്കെ അറിയായിരിക്കും. അയാളുടെ ഒരു അഭിമുഖത്തിൽ ഒരാൾ, നമ്മളെയൊന്നും കാണില്ല, പക്ഷെ ഒരാളൊരു ക്ലിപ്പിംഗ് ഇട്ടതിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ് സിനിമാ പാട്ടുകളിൽ നിന്ന് ഇയാൾ സ്ഥിരമായിട്ട് മോഷ്ടിക്കുന്നുണ്ടെന്ന് ഇയാൾ തുറന്നു പറയുന്നുണ്ട്. ആ തമിഴ് വാചകങ്ങളൊക്കെ എടുത്തിട്ടേ മലയാളാക്കി ഇങ്ങനെ പറയുന്നതാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അതെ, അയാൾ അങ്ങനെ ഒരു സത്യസന്ധനാണ് അയാളത് പറഞ്ഞ കാരണം. പക്ഷേ അയാൾക്ക് ഈ അവാർഡ് കൊടുക്കാനായിട്ട് ഇവരോട് ആര് പറഞ്ഞേ? അയാൾക്ക്, കാരണം മലയാളത്തിനൊരു ഗാനശാഖയില്ലേ. രാധാകൃഷ്ണൻ, വേറൊരു ചോദ്യമുണ്ട്. ഇയാൾ മറ്റേ പെണ്ണ് കേസിലൊക്കെ പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ സന്ദർഭം ഇങ്ങനെ തന്നെ ഈ ദിലീപിന് ജൂറി ഒരു അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ കേരളം എങ്ങനെ പുകയുമായിരുന്നു? വേർഡിന് കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആവശ്യമില്ലാതെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ദിലീപ്. ദിലീപിൻ്റെ സിനിമയിൽ ആൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ്, ദിലീപിന് സിനിമ എടുക്കരുതെന്ന് പറഞ്ഞ്, ദിലീപിനെ എവിടെ വെച്ച് കണ്ടാലും ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ഇട്ട്, ദിലീപിനെ ആരും കാണാൻ പോകരുത് എന്ന് വിലക്കുണ്ടാക്കി. ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. വ്യഭിചാരത്തിൻ്റെ പേരിലും സ്ത്രീപീഡനത്തിൻ്റെ പേരിലും രാഹുൽ മാങ്കൂട്ടത്തെ കുരിശിലേറ്റാൻ നടക്കുന്നവരാണ് അതേ കുറ്റം ചെയ്തിട്ടുള്ള ഒരു പ്രിപ്പറേറ്ററായിട്ടുള്ള ഒരാൾക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ വൈരുദ്ധ്യം വരുന്നത്. ഇത് വൈരുദ്ധ്യാത്മക ഭൗതികവാദപ്രകാരം ശരിയായിരിക്കുമെന്ന് സജി ചെറിയാൻ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. സജി ചെറിയാൻ അങ്ങനെ പറയുകയില്ല. അപ്പോൾ വേടനെ വെച്ചുകൊണ്ട് മലയാളത്തിൻ്റെ തനത് സംഗീതത്തെയും, മലയാളത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ സിനിമാ സംഗീതം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ജീനിയസുകൾ വന്നിട്ടുള്ളൊരു രംഗമാണ്. അത് രാഘവൻ മാഷായാലും ബാബുരാജായാലും ദേവരായൻ മാഷായാലും ദക്ഷിണാമൂർത്തി ആയാലും അർജുനനായാലും അതിനുശേഷം വന്ന രവീന്ദ്രൻ മാഷായാലും നമ്മുടെ ജോൺസൺ ആയാലും മോഹൻ സമയം കൊണ്ട് മികച്ചതുണ്ടാക്കണമല്ലോ. അല്ല, മോഹൻ സിത്താര മുതൽ ഇങ്ങോട്ട് നമുക്ക് വലിയ ഒരു നിര ഈ ജീനിയസുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന സംഗീത സംവിധായകരുണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, പകരം വെക്കാൻ ആളില്ലാത്ത യേശുദാസിനെ പോലുള്ളൊരു മഹാഗായകൻ്റെ ശബ്ദഭംഗി അതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള സുശീലയും ജാനകിയും മാധുരിയും ചിത്രയും ഒക്കെ അടങ്ങുന്നൊരു വലിയ സംഘം. പിന്നെ ജയചന്ദ്രൻ്റെ തനത് ശബ്ദം,
ബ്രഹ്മാനന്ദൻ്റെ ശബ്ദം, ഇതെല്ലാം കൂടി കിട്ടിയിട്ടുള്ളൊരു മഹത്തായ ഒരു സംസ്കാരമുണ്ട്, ഒരു ഗാന സംസ്കാരമുണ്ട്. ആ ഗാന സംസ്കാരത്തെ ചെളിവാരി തേക്കുന്നതോടൊപ്പം ഇവരെന്തിനാണ് ആദരിക്കുന്നത്? ഞാൻ ഓർക്കുന്നു ഒരു കാര്യം, പെട്ടെന്ന് ഓർക്കുന്നതാണ്. ഏതോ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി അച്യുതാനന്ദൻ എത്തിയപ്പോൾ സ്ത്രീ പീഡന കേസിൽ പ്രതിയാണ് എന്നതിൻ്റെ പേരിൽ ജഗതി ശ്രീകുമാറിന് അവാർഡ് കൊടുക്കാതിരുന്നു. അറിയാമോ? ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇത് പ്രിഡേറ്റേഴ്സായിട്ടുള്ളവരെ കണ്ടെത്തി അവാർഡ് കൊടുത്തുകൊണ്ട് ഇവരെന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇതാണോ സിനിമയുടെ സന്ദേശം? അത് പ്രകാശ് രാജ് എന്ന് പറയുന്ന ഒരു വില്ലനെ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹം ബാക്കി കൊടുത്തിരിക്കുന്നവരെ കുറിച്ചൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഹിന്ദു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു കറ തീർന്ന വർഗീയവാദിയാണ്. അതെ, ആ വർഗീയവാദം അദ്ദേഹം ഈ സിനിമാ സംഗീതത്തിലും അടക്കം കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഈ മഹത്തായ സാംസ്കാരിക ധാരയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തെ കിട്ടി, അദ്ദേഹം അതിൻ്റെ കാശും വാങ്ങി അത് ചെയ്തു പോയി. അടുത്ത വില്ലനായിട്ട് അദ്ദേഹം വിരാജിക്കട്ടെ എന്ന് തന്നെ എനിക്ക് ആശംസിക്കാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.